പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഇല്ലാത്ത ഒരു ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ച് ഒരു മൊബൈൽ ഫോണിലൂടെ എങ്ങനെയാണ് ഇന്ത്യ ഷോപ്പിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ടീമിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. കമ്പ്യൂട്ടറിൻ്റെ വിൻഡോയിൽ കാണുന്ന അതേ വെബ്സൈറ്റ് തന്നെയാണ് മൊബൈൽ സ്ക്രീനിൽ നമ്മൾ കാണുന്നത്. പക്ഷേ മൊബൈൽ സ്ക്രീനിൻ്റെ റെസൊല്യൂഷൻ അനുസരിച്ച് ഇതിൻ്റെ അലൈൻമെൻറ്റിൽ മാറ്റങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ സ്ക്രീൻ എന്താണ്, അതിലെന്തൊക്കെ ഡാറ്റാസ് കാണിക്കുന്നുണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണയുണ്ടെങ്കിൽ മാത്രമാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമ്മൾ ഗൂഗിൾ വഴി ലോഗിൻ ചെയ്ത് വെബ്സൈറ്റിൽ എൻ്റർ ചെയ്യുമ്പം കൃത്യമായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വെബ്സൈറ്റ് സാധിക്കുന്ന ആളുകളൊക്കെ കമ്പ്യൂട്ടർ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകളുടെയൊക്കെ സഹായത്തോടു കൂടി വെബ്സൈറ്റിൽ കമ്പ്യൂട്ടറിൽ 1-2 തവണ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയും വെബ്സൈറ്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും അതിൽ ഓരോ കാര്യങ്ങളും ഓരോ ഭാഗവും എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിനുശേഷം മൊബൈൽ ചെയ്യുവാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും. ഇനി അതിന് സാധിക്കാത്ത ആളുകൾ ഇതിനു മുമ്പ് എങ്ങനെയാണ് നമ്മൾ വെബ്സൈറ്റിലൂടെ പർച്ചേസ് ചെയ്യാമെന്നതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിലും ഫസ്റ്റ് കമൻറ്റിലും നൽകുന്നതാണ്. അത് കണ്ടു നോക്കുക. അതിനുശേഷം ഈ ഒരു വീഡിയോ വീണ്ടും കാണുകയാണെങ്കിൽ വളരെ ഈസിയായിട്ട് തന്നെ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. മൊബൈൽ ഫോണിൽ ഗൂഗിളിൽ കയറിയിട്ട് indiashopee.com എന്ന് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊരു സ്ക്രീൻ വരും. ഇതിനകത്ത് ബൈ ഓൺ ആൻഡ് ഓൺ പ്രൊഡക്ട്സ് ഓൺലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്ത്യ ഷോപ്പിയുടെ ഹോം പേജിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക. ടോപ്പ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 3 വരെയാണ് നമ്മുടെ മെനു എന്ന് പറയുന്നത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. നമ്മളവിടെ നമ്മുടെ നിലവിലുള്ള ഇന്ത്യ ഷോപ്പി അക്കൗണ്ട് ഏത് ജിമെയിൽ ID ആണോ അത് ID എൻ്റർ ചെയ്തുകൊണ്ട് നമ്മുടെ ID നമ്പറും അതുപോലെ OTP വരാനുള്ള ഫോൺ നമ്പറും അവിടെ എൻ്റർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നൽകിയിരിക്കുന്ന ID നമ്പറിലാണ് ഈ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് ID നമ്പറാണോ കൊടുക്കുന്നത് ആ ID നമ്പറിലാണ് ബിസിനസ് വോളിയം ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ആ ID നമ്പറാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ ആ വിൻഡോ ക്ലോസ് ചെയ്തിട്ട് റീലോഗിൻ ചെയ്യുക. സ്റ്റാൻഡേർഡ് ഡെലിവറി ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സേവ്ഡ് അഡ്രസ്സ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പുതിയ അഡ്രസ്സിലേക്കാണെങ്കിൽ ന്യൂ അഡ്രസ്സ് ആഡ് ചെയ്യുക. ന്യൂ അഡ്രസ്സിലേക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പം ലാൻഡ് മാർക്ക് മസ്റ്റായിട്ട് നമ്മൾ കൊടുക്കുക, കാരണം ഡെലിവറി ചെയ്യുന്നതിന് വളരെ സപ്പോർട്ടീവാണ്. അപ്പോൾ ഇതിലുള്ള മാക്സിമം ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക. ഫുൾ ഡീറ്റെയിൽ എൻ്റർ ചെയ്ത് സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് അഡ്രസ്സ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതിൽ നിന്ന് നമുക്ക് വേണ്ട അഡ്രസ്സ് നമ്മൾ സെലക്ട് ചെയ്യുക. പുതിയൊരു പേജിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇന്ത്യ ഷോപ്പി എന്ന് കാണുന്ന ആ ഹോം ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഹോം പേജിലേക്ക് എത്താൻ പറ്റും. സെർച്ച് ബാറിൽ നമുക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ കൃത്യമായിട്ട് മുഴുവനായിട്ടോ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനെ സൂചിപ്പിക്കുന്നതുമായ ലെറ്ററുകൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രീൻ ചിലപ്പോൾ റോള് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് സ്ക്രീൻ സ്റ്റഡി ആയതിനു ശേഷം മാത്രമാണ് അതിനകത്ത് എൻ്റർ ചെയ്യാവുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പ്രൊഡക്റ്റിലേക്ക് ആയിരിക്കില്ല നമ്മുടെ എൻട്രി വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ക്രീൻ റോളിങ് വരുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകളുടെ എണ്ണം സെലക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്തുകൊണ്ടോ അതിൻ്റെ സൈഡിൽ കൊടുത്തിരുന്ന അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ ഉപയോഗിച്ചോ നമുക്ക് ആഡ് ടു ബാഗ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് കൊടുക്കാം. റൈറ്റ് സൈഡ് കോർണറിൽ കാണിക്കുന്നത് നമ്മുടെ കാർട്ടാണ്. അപ്പോൾ അതിൽ ആഡായിരിക്കുന്ന കാറ്റഗറിയുടെ എണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്ത പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോം പേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഷോപ്പി എന്ന് എഴുതിയിരിക്കുന്ന ആ ഹോം ബട്ടൺ തന്നെ ഇന്ത്യ ഷോപ്പി എന്ന് പറയുന്ന ആ എഴുത്ത് ഹോം ബട്ടണായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ പ്രസ് ചെയ്യുക. ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റും. ചില സമയത്ത് ചില എററുകൾ കാണിക്കാറുണ്ട്. അതുകൊണ്ട് മൊബൈൽ ചെയ്യുന്ന സമയത്ത് ബാക്ക് ബട്ടൺ കൊടുക്കുന്നതിനേക്കാൾ ബെറ്റർ നമുക്ക് ഇന്ത്യ ഷോപ്പി എന്ന് എഴുതിയിരിക്കുന്ന ഹോം ബട്ടൺ തന്നെ പ്രസ് ചെയ്യുന്നതാണ്. അതോടൊപ്പം പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുന്ന സമയത്ത് മുൻ വീഡിയോ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് പ്രൊഡക്റ്റിൻ്റെ പേര് എൻ്റർ ചെയ്യുക. ഇല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് നമുക്ക് ചിലപ്പോൾ ഇതിനകത്ത് ഇല്ല എന്ന് കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് പേര് സെർച്ച് ചെയ്യുകയോ
ഇല്ലെങ്കിൽ ആ കറക്റ്റായിട്ട് ആ പേരിനോട് സെർച്ച് ആയിരിക്കുന്നത് കമ്പനി എന്താണോ കൊടുത്തിരിക്കുന്നത് അതിന് കണക്കായിട്ടുള്ള ഒരു 3-4 വാക്കുകൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആ പ്രൊഡക്റ്റ് കിട്ടും. ആ പ്രൊഡക്റ്റുകൾ നമ്മൾ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ആവശ്യമുള്ള ക്വാണ്ടിറ്റി നമ്മൾ എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മൾ ആഡ് ടു കാർട്ട് കൊടുക്കുക. ഇങ്ങനെ കാർട്ടിലേക്ക് നമ്മൾ ഓരോ പ്രാവശ്യവും കാർട്ടിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാക്ക് ടു എന്നുള്ള ഓപ്ഷൻ കൊടുക്കാറില്ല. തിരിച്ച് നമ്മൾ ഇന്ത്യ ഷോപ്പി എന്ന് പറയുന്ന ഹോം ബട്ടൺ തന്നെ പ്രസ് ചെയ്തിട്ടാണ് ഹോം പേജിലേക്ക് പോവുകയും വീണ്ടും പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുകയും ചെയ്യുന്നത്. ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്ത് എറർ കാണിക്കാറുണ്ട് മൊബൈലിൽ ചെയ്യുന്ന സമയത്ത്. പക്ഷേ നമുക്ക് ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഇഷ്യൂസ് വരുന്നില്ല. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, മൊബൈൽ സ്ക്രീനിൽ എപ്പോഴും റോളിങ് വരാറുണ്ട്. അത് നമ്മളൊരു പേജ് കൊടുത്തു കഴിഞ്ഞാൽ ആ പേജ് റീഫ്രഷായി വരുന്നതും അതുപോലെ ആ പേജ് ലോഡാകുന്നതും നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അതിൻ്റെ ടോപ്പിൽ ചെറിയൊരു ലൈനിൽ പേജ് എത്രമാത്രം ലോഡ് ആവുന്നുണ്ട് എന്നുള്ളത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കമാൻഡ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രം നിങ്ങൾ അടുത്ത കമാൻഡ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പലപ്പോഴും പല ആളുകൾക്ക് മൊബൈലിൽ ചെയ്യുന്ന സമയത്ത് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോഡായി വരുന്നതിന് മുമ്പ് അടുത്ത കമാൻഡ് കൊടുക്കും. അങ്ങനെ അടുപ്പിച്ച് പല കമാൻഡുകൾ കൊടുക്കുകയും ഇത് സിങ്ക് ആക്കാതെ വരികയും ചെയ്യുന്ന സമയത്താണ് പലപ്പോഴും ഇത് എററായി മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം അടുത്തതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാർട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റുകളൊക്കെ കാർട്ടിലുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും പ്രൊഡക്റ്റ് മിസ്സായി പോയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാം. തിരിച്ച് നമ്മൾ ഇത് കാർട്ടിനെ നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഏറ്റവും മുകളിലൊരു ഇൻറ്റു മാർക്ക് കാണും, അതിൽ ഞെക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാർട്ട് ക്ലോസ് ആവും. വീണ്ടും നമുക്ക് ഹോം പേജിലേക്ക് തന്നെ കണക്ട് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഏത് പേജിലാണോ ഉണ്ടായിരുന്നത് ആ പേജിലേക്ക് തന്നെ റീഫ്രഷ് ആയിട്ട് വരും. അപ്പോൾ വീണ്ടും നമുക്ക് പ്രൊഡക്റ്റുകളൊക്കെ ആഡ് ചെയ്യാം. ചെക്കൗട്ടാണ്. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റുകളാണ് ഇവിടെ കാണിക്കുന്നത്. ഈ പ്രൊഡക്റ്റുകളുടെ എണ്ണത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും അതോടൊപ്പം റിമൂവ് ചെയ്യുകയോ വിഷ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളുടെ ഡെലിവറി അഡ്രസ്സ് തന്നിട്ടുണ്ട്. കണ്ടിന്യൂ കൊടുക്കുക. ID നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ID നമ്പറിലാണ് BB ജനറേറ്റ് ചെയ്യുക. ഇതൊരു റിമൈൻഡറാണ്. കാരണം നമ്മൾ ആദ്യം കൊടുക്കുന്ന സമയത്ത് പല ആളുകളും അശ്രദ്ധമായിട്ട് ചിലപ്പോൾ ID നമ്പർ ശ്രദ്ധിക്കാതെ കണ്ടിന്യൂ ചെയ്ത് പോരാറുണ്ട്. ഈ സമയത്ത് ID നമ്പർ ഒന്നും കൂടെ നമുക്ക് ഉറപ്പ് വരുത്താം നമ്മുടെ ID നമ്പർ അത് തന്നെയാണ് എന്നുള്ളത്. ഇല്ലെങ്കിൽ നമ്മൾ ലോഗൗട്ട് ചെയ്തിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക. ഇനി പേയ്മെൻറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ഓൺലൈൻ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. റെഡ് ആരോയിലാണ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യേണ്ടത്. ആ റെഡ് ആരോയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് താഴെ ഒരു പോപ്പപ്പ് മെസ്സേജ് താങ്ക് യു ഫോർ ഓൺലൈൻ പേയ്മെൻറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്കവിടെ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ പേ നൗ എന്നുള്ളതിൻ്റെ കളർ ബ്രൈറ്റായിട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാർട്ട് ഡീറ്റെയിൽസിൽ നമുക്ക് നമ്മുടെ മൈലേജിലെ ID നമ്പർ, അതുപോലെ തന്നെ ഓർഡർ ടൈപ്പ് എന്താണ്, എത്രയാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന എമൗണ്ട്, എത്ര എമൗണ്ടിലേക്കാണ് BB അലൊക്കേഷൻ വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുക. ഓക്കെ ആണെങ്കിൽ നമ്മൾ യെസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ പേയ്മെൻറ്റ് സമ്മറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. സബ്മിറ്റ് ടു പേയ്മെൻറ്റിലേക്ക് ഇപ്പോൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് റീഡയറക്റ്റ് ചെയ്ത് പുതിയൊരു പേജിലേക്ക് വരുന്നത് കാണാം. ഇവിടെ പല ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോർമൽ ഓൺലൈൻ പേയ്മെൻറ്റിലുള്ള പോലെ തന്നെ പല ഓപ്ഷൻസ് ഇവിടെ ഉണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് UPI സെലക്ട് ചെയ്യുക. സാധാരണ ഞാൻ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ പേ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഗൂഗിൾ പേ ID ഇനി ഓട്ടോമാറ്റിക്കായിട്ട് റീഡയറക്റ്റ് ചെയ്യുന്നത് ഫോണിൽ നിന്നായതുകൊണ്ട് തന്നെ ഡയറക്റ്റ്ലി ഗൂഗിൾ പേയിലേക്ക് ലിങ്ക് ചെയ്തോളും. അപ്പോൾ ഗൂഗിൾ പേയിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പേയിലേക്ക് ചെല്ലുക, നമ്മുടെ പാസ്വേഡ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ പേജിലേക്ക് തന്നെ നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ എത്താൻ വേണ്ടിയിട്ട് ഫോണിൻ്റെ വിൻഡോ സ്വിച്ചിങ് മെനു യൂസ് ചെയ്യുക. കണ്ടിന്യൂ ഷോപ്പിംഗ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലേക്ക് ഇന്ത്യ ഷോപ്പിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. പറ്റുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും MI ലിസ്റ്റുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ഈ ഒരു ചാനലിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു.